ഇവിടെ വളരെ വൈകാരികമായിട്ടുള്ള എന്നാൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അതിവൈകാരികമായിട്ട് ചില നിലപാടുകൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയപരമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിപ്പെടാനുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ, ഈ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന സന്ദർഭത്തിൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. സർക്കാരിൻ്റെ മനസ്സ് അത് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സാണ്. എല്ലാ സർക്കാരുകൾക്കും ശരീരമുള്ളതുപോലെ അവർക്കും മനസ്സുണ്ട്. ആ സർക്കാരിൻ്റെ മനസ്സിനെ തീരുമാനിക്കാനുള്ള ഒരു ഭാഗം ഈ അവഗണിക്കപ്പെട്ട വിഭാഗത്തിനുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, സർക്കാരിൻ്റെ മനസ്സ്, സർക്കാരിൻ്റെ ചിന്ത എന്താണോ ആ ചിന്തയ്ക്ക് അനുകൂലമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുടെ മാനസിക, സാമൂഹിക, ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ ഭരണകൂടത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളുടെ ഒരു കാതലായ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ദളിത്, ആദിവാസി അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ മാനസികമായ അവസ്ഥ ഉണ്ടായി വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നാണ്, ഭൗതികമായ യാഥാർത്ഥ്യത്തിലാണ്. അതിനെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത സർക്കാർ മനസ്സുകളായി മാറുന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സ്ഥലത്ത് സംവരണമുണ്ട്, അവിടെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നിയമിതരാകുന്നുണ്ട്. ഉദാഹരണത്തിന് ലോകസഭയിൽ SC/ST മെമ്പർമാരുണ്ട്. എന്നാൽ പൊതുസമൂഹം ഒന്നാകെ തീരുമാനിക്കേണ്ടുന്ന രാജ്യസഭയിൽ അത്തരം മെമ്പർമാരില്ല. SC/ST വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, SC/ST മെമ്പർമാർ ലോകസഭയിൽ ഉണ്ടാകുമ്പോൾ പോലും ഈ ST/ST മനസ്സിന്റെ ഭൗതിക യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന തരത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ശേഷി പലപ്പോഴും അത്തരം പ്രതിനിധികൾക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ SC/ST സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം SC/ST പ്രതിനിധികൾ ഇല്ലാത്തതല്ല. SC/ST പ്രതിനിധികൾ ഉണ്ടെങ്കിലും വരേണ്യമായിട്ടുള്ള പാർട്ടി സംവിധാനങ്ങളും മറ്റ് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഒരു പ്രതിഫലനമായി ഭരണകൂടം മാറുമ്പോൾ വിപ്പ് ബാധകമാവരുത്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ, SC/ST ദളിത് സമൂഹങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ വിപ്പ് ബാധകമാകാൻ പാടില്ല. ഒന്ന്, ആ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നിയമസഭയിലടക്കം ആരൊക്കെയാണ് ഉയർത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. SC/ST അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സവിശേഷമായ പ്രശ്നങ്ങളെ, വിദ്യാഭ്യാസ പ്രശ്നം, തൊഴിൽ പ്രശ്നം, PSCയിൽ നിന്ന് ഇല്ലാതായി പോകുന്ന പ്രശ്നം, സർവകലാശാലകളിലേക്ക് നടക്കുന്ന സംവരണ അട്ടിമറികൾ, ഒരു കാര്യമായ ഒരു കള്ളുഷാപ്പ് പോലും നടത്താൻ ശേഷിയില്ലാത്ത, വിഭവശേഷിയില്ലാത്ത മനുഷ്യരായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു SC/ST വിഭാഗങ്ങൾ മാറിത്തീർന്നു എന്ന് SC/ST MLA-മാരല്ല പറയുന്നത്. SC/ST MLA-മാർക്ക് പറയാവുന്ന, അവർക്ക് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഈ വിഭാഗത്തിന് വേണ്ടി ഭരണഘടനാപരമായ അധികാരമുണ്ടായിട്ട് പോലും അവർക്ക് പറയാൻ കഴിയാത്തതിന്റെ പ്രശ്നം അത് നമ്മുടെ പ്രശ്നമാണ്. അവർക്ക് പറയാൻ പറ്റാത്തതിന്റെ പ്രശ്നം ദളിത് സമൂഹങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഏകീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അംബേദ്കർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയപരമായി വേർതിരിക്കണമെങ്കിൽ നിങ്ങൾ സാമൂഹികപരമായും വേർതിരിക്കപ്പെടണം. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി വേർതിരിക്കപ്പെട്ട അവർ രാഷ്ട്രീയപരമായും വേർതിരിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയ വേർതിരിവ് നടത്താൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ദളിത് സമുദായങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശിവാനന്ദൻ സാർ ഇവിടെ ഇരിക്കുന്നു. ശിവാനന്ദൻ സാർ 1976-78 ആ സമയത്താണെന്ന് തോന്നുന്നു കേരളത്തിലെ ദളിത് ലാൻഡ് ക്വസ്റ്റ്യനെ കുറിച്ച്
വളരെ സമഗ്രമായിട്ടുള്ള ഒരു ലേഖനം. അന്ന് അങ്ങനെ പഠനങ്ങളൊന്നും നടക്കുന്ന ഒരു സന്ദർഭമല്ല. 78-79 ആ കാലഘട്ടത്താണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ സയന്റിസ്റ്റ് എന്നൊരു ഒരു ജേണലിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ PhD തീസുമായി ബന്ധപ്പെട്ടതാണ്, കാസ്റ്റ് ആൻഡ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ദളിത് ലാൻഡ് ക്വസ്റ്റ്യൻ ആദ്യമായി അക്കാദമിക രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരാളാണ് പി ശിവാനന്ദൻ സാർ. അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങൾ, ഈ ഭൂമിയുടെ വേർതിരിവും ഭൂമിയുടെ കുറവും ഭൂമിയുടെ ഇല്ലായ്മയും അതെങ്ങനെയാണ് വിവിധ തരം അവസരങ്ങളെ ഇല്ലാതാക്കുന്നത്, സാമ്പത്തികമായ അവസരങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് അന്ന് EMS ജീവിച്ചിരിപ്പുണ്ട്. അതിന് മറുപടിയായിട്ട് EMS ആണ് ഒരു ലേഖനം തിരിച്ചെഴുതുന്നത്. ആ ലേഖനം ഇന്ന് നിങ്ങൾ വായിക്കപ്പെടേണ്ടുന്ന ഒരു ലേഖനമാണ്. ദളിത് സമുദായങ്ങൾ, അതിൽ ബുദ്ധിജീവികളായിട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥിനികൾ വായിക്കപ്പെടേണ്ടുന്ന ഒരു ലേഖനമാണ്. അത് പൊതുസമൂഹത്തിന്റെ മുമ്പായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലികമായ ഒരു സ്ഥലമായി ഇത് മാറ്റേണ്ടത് ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പി ശിവാനന്ദൻ പറയുന്ന ജാതിയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാണെങ്കിലും താത്വികമായി എങ്ങനെയാ താത്വികമാവുന്നത്? മാർക്സിസ്റ്റ് മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ വർഗവീക്ഷണത്തിൽ മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അതായത് ഒരു പ്രതിലോമപരമായ ഒരു കാര്യമായി മാറും എന്ന്. അതായത് ആദ്യം പി ശിവാനന്ദൻ സാറിന് ഭയങ്കരമായ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ കനക്കപ്പെട്ട ഒരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് EMS. പക്ഷേ പിന്നീട് പറയുന്നത് മുഴുവൻ ആ വർക്കിനെ, അതിന്റെ ഒരു ദാർശനികമായ അതിന്റെ ഒരു ഡാറ്റാ ബേസിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കുന്ന, നെഗേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ്. ഈ നിലപാട് ഞാൻ പറയുന്നത് ഒരാൾ ഉണ്ടാക്കിയ നിലപാടല്ല. ഈ നിലപാട് എന്ന് പറയുന്നത്, ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ വർഗം എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായി നിൽക്കുന്നതായതുകൊണ്ടും, അതുകൊണ്ട് നമ്മൾ കൊയ്യും വയലെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായി മാറുന്നത് നമ്മൾ വയലിൽ പോയി പണിയെടുത്തിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വയലിൽ പോയി പണിയെടുക്കുന്നവൻ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. വയലിൽ നിന്ന് മാറാനും വയൽ സ്വന്തമാക്കാനും വയലിലെ പുതിയ കൃഷി സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സമകാലികമായി നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷെ നമ്മൾ പലരും ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലുള്ള യാന്ത്രികമായ രാഷ്ട്രീയ ബോധത്തിന്റെ പിറകെ അടിമകളായി ദീർഘകാലം സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെയും ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ പങ്കെടുക്കേണ്ടുന്നതാണ്. പക്ഷെ എന്തോ തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടും, ഇത്തരം അംബേദ്കറൈറ്റ് ആശയങ്ങൾ ഒരു പുതിയ ഭരണകൂടം വരുമ്പോൾ അവർക്ക് മുമ്പായി ഒരു ബജറ്റിലും അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റോയിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്തകൾ വെക്കുന്നത് തന്നെ എന്തോ ഒരു തരം പ്രതിലോമകരമാണെന്നൊക്കെ തോന്നുന്ന മനുഷ്യർ പഴയ മനസ്സിന്റെ ബാക്കിയായി നമ്മുടെ ഇടയിലുണ്ട്. ഇത് ആരുടെയെങ്കിലും പിറകിൽ യാന്ത്രികമായി സഞ്ചരിച്ചിട്ട് കാര്യമില്ല, രാഷ്ട്രീയമായി മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, അയ്യങ്കാളി അതിനുവേണ്ടി പോരാടിയിട്ടുണ്ടെങ്കിലും, പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ ജാഥയ്ക്ക് നീളം കൂട്ടാനുള്ള ആൾക്കാർ മാത്രമായി ഒതുങ്ങുന്നതാണ്. ഇത് തിരിച്ചറിയുകയും, എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും യാചകർ ആവരുത്, പെറ്റീഷൻ കൊടുക്കുന്നവരായി മാറരുത്, നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതാണ് എന്നൊക്കെ നമുക്ക് സ്വപ്നം കാണാം. പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യം അതല്ല. ഞാൻ കേരളത്തിലെ 28,000 വരുന്ന ദളിത് കോളനികളിൽ കുറെ കോളനികളിൽ നേരിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അതിൽ എരുമേലിക്കടുത്തൊരു ശ്രീനിപുരം എന്ന് പറയുന്ന കോളനിയിൽ ഞാൻ ഈ അടുത്ത് പോവുകയുണ്ടായി. അവിടെ ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിനുള്ള സ്വത്ത്, ഒരു ഭൂമി എന്ന് പറയുന്നത് 2 സെന്റ് ഭൂമിയാണ്. ആ 2 സെന്റ് ഭൂമിയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കസേല ഇട്ട് തന്നു ഇരിക്കാൻ. കസേല ഇട്ട് തന്നപ്പോൾ കസേലയുടെ ഒരു കാല് പുറത്താണ് എന്ന് പറഞ്ഞാൽ കസേലയിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കസേലയെ കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനായതുകൊണ്ട് ഞാൻ മറഞ്ഞു വീണില്ല. ആ വീട്ടിൽ പോയപ്പോൾ മനസ്സിലായിട്ടുള്ളത്, അപ്പൂപ്പൻ ഒരു കട്ടിൽ കിടപ്പുണ്ട്, അമ്മൂമ്മ വേറൊരു കട്ടിൽ കിടപ്പുണ്ട്. ഏറ്റവും അടുത്ത് കല്യാണം കഴിഞ്ഞു വന്ന ഒരു കുട്ടിയും ഒരു ഭാര്യയും ഒരു ഭർത്താവും അവരുടെ മധുവിധു കാലത്ത് മറ്റൊരു സ്ഥലത്തിരിപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും ശബ്ദങ്ങൾ ഒന്നിച്ചെനിക്ക് കേൾക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് ഏറ്റവും വയ്യാത്ത ഒരു മുത്തച്ഛന്റെ കരച്ചിലോ അല്ലെങ്കിൽ പറച്ചിലോ ആണെങ്കിൽ, അതേ സ്ഥലത്ത് അതേ മുറിയിൽ വെച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം പങ്കുവെക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. ഇത് 2 സെന്റ് ഭൂമിയിൽ 3-4 കുടുംബങ്ങളുള്ളതാണ്. ഭൂമിയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ കിടക്കുന്നത് 60% ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന ദളിത് കോളനികളിലാണ്. ദളിത് കോളനികളെ ഒരു സവിശേഷമായ ഒരു പ്രശ്നമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. ദളിത് കോളനികളിലാണ് ഭൂപ്രശ്നം അതിന്റെ സജീവമായ
തീവ്രതയും നിലനിൽക്കുന്നത്. അവിടെയുള്ള കൃത്യമായ കണക്കെടുപ്പ്, അവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളും അവർക്ക് കൃത്യമായ രീതിയിലുള്ള പുതിയ കാലത്ത് പുതിയ കോഴ്സുകൾ ചേർക്കുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ നടപടികൾ, ഗവൺമെന്റ് കൃത്യമായ ഫെലോഷിപ്പും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് അവകാശപ്പെട്ട ശതമാനത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റോ. SC/ST പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ്. അത് CP ജോൺ സാറിനെ പോലുള്ള ആൾക്കാർക്ക് വളരെ നന്നായിട്ട് അറിയാം. പ്ലാനിംഗ് ബോർഡിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളും ജനങ്ങളുമായിട്ട് നന്നായി ഇടപെട്ട് സാധാരണ മനുഷ്യരുമായി സംവദിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കേരളത്തിന്റെ പദ്ധതികളെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു അക്കാഡമിക് പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും CP ജോൺ സാറിനെ പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, അദ്ദേഹം ഹീസ് എൻ അക്കാഡമിക് പൊളിറ്റീഷ്യൻ. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും അക്കാദമികമായ മൂല്യങ്ങളോടുകൂടി സമീപിക്കാനും അതിനെ അത്തരത്തിൽ ജനങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കാനും കഴിവുള്ള ഏറ്റവും ജൈവികപരമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരു നേതാവ്. ഞാൻ വെറുതെ അദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തുകയല്ല, അങ്ങനെ വിചാരിക്കണ്ട, എനിക്ക് അതിന് യാതൊരു ആവശ്യവും ഇല്ല. അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹം ഈ ഒരു വിഷയം കേൾക്കാൻ വേണ്ടി ഇവിടെ വരികയും ഈ ഡോക്യുമെന്റ് അദ്ദേഹം പൂർണ്ണമായി വായിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം വായിക്കുകയും ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാകുന്ന ഒരു സമയത്ത് എന്തായാലും ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയെങ്കിലും പുതിയ ഒന്നിനെ തെരഞ്ഞെടുക്കാൻ തയ്യാറാകും. ഒരു പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. തുടർഭരണം ജനാധിപത്യത്തിന്റെ ലക്ഷണമല്ല. തുടർ സർക്കാരുകൾ അല്ലെങ്കിൽ തുടർ ഭരണകൂടം, ഒരു ഭരണകൂടം തന്നെ അതിന്റെ സവിശേഷമായ സ്വഭാവത്തോടു കൂടി തുടരുന്നുണ്ട് എങ്കിൽ ആ സമൂഹത്തിന് കാര്യമായ എന്തോ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ചില അക്കാദമിക് പണ്ഡിതന്മാർ പറയാറ്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മാറ്റമാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒരുപക്ഷെ പുതിയ ഗവൺമെന്റിന്റെ ബജറ്റിലും അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിന്റെ ഉൾക്കാഴ്ചയോടുകൂടി ഈ സമൂഹത്തിന് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന പദ്ധതികളുടെ ആവിഷ്കാരത്തിനും ഇത് ഉതകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.